വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വട്ടയപ്പം അഥവാ കള്ളപ്പം എന്ന പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫുൾ തേങ്ങയുടെ പാലും ഒരു ഹാഫ് മുറി തേങ്ങയാണ്. ഇനി വേണ്ടത് നമ്മളൊരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച പച്ചരി. അത് വാര വെച്ച് അതൊരു തുണിയിൽ ഇങ്ങനെ ഇടുക. അപ്പോൾ അതിലത്തെ വെള്ളം വറ്റിപ്പോകും. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഹാഫ് മുറി തേങ്ങയില്ലേ അത് അരയ്ക്കുമ്പോൾ കൂടിടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇടുക. പിന്നെ കുറച്ച് പച്ചരി പുണങ്ങാൻ വെച്ചത് അതിടുക. പിന്നെ നമ്മൾ ഒരു ഫുൾ തേങ്ങയുടെ പാല് വേണമെന്ന് പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് പാലൊഴിക്കുക. ഇത്രയും സാധനങ്ങൾ ആ പച്ചരി മൊത്തം നമ്മൾ ഇട്ട സാധനങ്ങൾ സോക്ക് ചെയ്യണ ലെവലിൽ പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഷുഗർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ കുറേ ട്രിപ്പായിട്ട് അരയ്ക്കാനുള്ള അത്ര ഉള്ളതുകൊണ്ട് ഓരോ ട്രിപ്പിലും നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മധുരം നോക്കാം. അപ്പോൾ അതിന് പ്രത്യേക ഒരു അളവ് പറയാൻ പറ്റില്ല, നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. എന്നിട്ട് അത് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ആ ഫൈനായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് ലോങ് ആയിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് ഫുൾ പൊന്തിയിട്ടുണ്ടാവും. സോ നമ്മളെപ്പോഴും ടു ബി ഓൺ ദ സേഫർ സൈഡ് വലിയ പാത്രം എടുക്കുക. പിന്നെ 2 മുട്ടേൻ്റെ വെള്ള മാത്രം. അതെന്താ വെച്ചാൽ മറ്റേ യെല്ലോ പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. പിന്നെ ഒരു 2 കപ്സ് ഓഫ് നമ്മൾ കുക്ക് ചെയ്ത റൈസ്, ഒരു 1/4 ടീസ്പൂൺ ഓഫ് ഈസ്റ്റ്. കള്ള് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈസ്റ്റ് ഇടുന്നത്. കള്ള് റെഡ്ലി നല്ല ക്വാളിറ്റി ഉള്ളത് അവൈലബിൾ ആണെങ്കിൽ അത് ഒഴിച്ചാൽ മതി. രണ്ടും സെയിം പർപ്പസാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മീൻസ് ഒരു 1/4 ടീസ്പൂൺ അത്ര മതിയായിരിക്കും. അത്രയും കൂടി ഇട്ടിട്ട് ഈ മുട്ടയുടെ വെള്ളയും കൂടി ആഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കണം, മഞ്ഞ പെടാനേ പാടില്ല. അപ്പോൾ ഇതൊക്കെ അരച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബാറ്റർ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ പ്രിപ്പറേഷൻ റെഡിയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് കുക്ക് ചെയ്യേ വേണ്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ പൊതുവേ കൈകൊണ്ടാണ് മിക്സ് ചെയ്യാറ്. ഇപ്പോൾ വീഡിയോയിലൊരു അഭംഗി വേണ്ട എന്ന് വെച്ചാൽ നമ്മളിന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. എങ്ങനെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല, നന്നായി മിക്സ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കൊക്കെ പച്ചരി കുതിർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടൊരു 5 മണിയോടൊക്കെ നമുക്ക് അരച്ച് വയ്ക്കാം. ലോങ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ കാലത്തുള്ള വ്യൂ ആണിത്. സോ ആ ഫുൾ ബൗളിൽ ഇതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കണം. അത് ഇളക്കുമ്പോഴുള്ള റിയാക്ഷൻ കാണാൻ ഭയങ്കര രസമാണ്. ഒറ്റയടിക്ക് നമ്മൾ താഴെ പോവും. നമുക്കൊരു സ്പൂണൊക്കെ എടുത്തിട്ട് വരാം. ഇതേ കണ്ടുവോ? അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഈ ലോങ് പാത്രം അല്ലെങ്കിൽ എന്തായാലും പുറത്ത് പോകും എന്നുള്ള കാര്യം ഷുവറാണ്. പുറത്ത് പോയാൽ പോയതാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ബാറ്റർ കംപ്ലീറ്റ് സെറ്റാണ്. ഇനി നമുക്ക് എടുത്തുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ പർപ്പസേ ഉള്ളൂ. ഈ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു കിണ്ണമാണ് യൂസ് ചെയ്യാറ്, കിണ്ണം, പ്ലേറ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ് കോൾഡ്. അപ്പോൾ അത് നമ്മൾ എണ്ണ വരട്ടിയിട്ട്, നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ട് നെയ്യോ വെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്ന് വെച്ച് ഗ്രീസ് ചെയ്യുക. എല്ലാ സൈഡിലും ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ സമയം നമ്മൾ ഇഡ്ഡലി ചെമ്പും കൂടെ അടുപ്പത്ത് വെക്കണം. എന്നാലാണ് നമ്മളിത് ഒഴിച്ച് വരുമ്പോഴേക്കും വെള്ളം ചൂടാവുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നല്ല കറക്റ്റായിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം, ഉപ്പ് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഈ കിണ്ണത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ കിണ്ണത്തിൻ്റെ ഒരു ബേസ് കവർ ചെയ്യണ ലെവലിലാണ് നമ്മൾ ഒഴിക്കേണ്ടു. ഓവറായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം അത് പൊന്തും. പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഒഴിച്ചാൽ മതി. അപ്പം അമ്മ ഒരു 5 സ്പൂൺ ആ സ്പൂൺ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് കവറായി, ആ ഫുൾ ഏരിയ കവറായല്ലോ. ഇതിൽ എയർ ബബിൾസ് അങ്ങനെ ഉണ്ടാവില്ല, കാരണം നമ്മൾ അത്ര ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അതൊന്ന് ഡാബ് ചെയ്യാം. അതിന് ശേഷം ഇതേ ഇഡ്ഡലി ചെമ്പ് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു സർഫസ് ഏരിയ ആയിട്ട് മാറും. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഇറക്കി വെക്കുക. ഇത് ഇറക്കി വെച്ചിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈം. 20 മിനിറ്റ്സിലാവുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ കൊണ്ട് നമുക്കൊന്ന്
നോക്കാം, നമ്മൾ കേക്കൊക്കെ നോക്കുന്നത് പോലെ. ബൈ 20 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സെറ്റ്. താങ്ക് യു.